പത്മജയുടെ ഇതിനകത്ത് ഒരു കൂടി കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. പറഞ്ഞോളൂ. കെ കരുണാകരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയെന്നാണ്. ഇത് കരുണാകരൻ്റെ നെഞ്ചിലാണ് പത്മജ കുത്തിയത്. അതാണ് ഞങ്ങളുടെ പ്രതിനിധാനം. ഇന്ന് രാവിലോടുകൂടി, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവൻ കരുണാകരനേക്കാൾ വികാരമുള്ള കോൺഗ്രസ്സായി മാറി. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പത്മജ പോയത് കൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാം ഉണർന്നു. പത്മജ പോയത് കൊണ്ടല്ല, ഒരു പത്മജയ്ക്കും കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിലും നേരത്തെ തന്നെ പിന്നെ SFI ആയി, പിന്നീട് കോൺഗ്രസ് ആവാൻ താല്പര്യമൊന്നും ഇപ്പൊ അദ്ദേഹം BJP ആയി നിൽക്കും. കേരളത്തിലെ ഏറ്റവും പ്രബലമായ, ഏറ്റവും അംഗീകാരമുള്ള ഒരു സമൂഹം NSSുമായി ബന്ധപ്പെട്ട് നിൽക്കണം. അദ്ദേഹത്തിന് അതിലും തൃപ്തിയില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബ്രാഹ്മണനാകണമെന്നാണ് പറഞ്ഞത്. അത് മകളുടെ വിവാഹമാണെങ്കിലും ആ വിവാഹത്തിന് മുൻപ് നടന്ന പിന്നെ ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടമാണെങ്കിലും ആ കിരീടം വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ജയിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ വൈരം വെച്ച കിരീടം ലൂർദ് മാതാവിന് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്വാർത്ഥത ജയിച്ചു കിട്ടുകയാണെങ്കിൽ അത് പിന്നെ മാതാവിന് പോലും വിലയിടുകയാണ് ഈ ലൂർദ് മാതാവ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിയാത്ത സുരേഷ് ഗോപി വോട്ടിന് വേണ്ടി ആ മാതാവിന് വിലയിടുകയാണ്. കോൺഗ്രസിന്റെ സമുന്നത നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ തൃശ്ശൂരിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ വേണുഗോപാൽ. ഇപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നമ്മളോടൊപ്പം സംസാരിക്കാനായി അനിൽ അക്കരയാണ്. മുൻ വടക്കാഞ്ചേരി MLA ആയിരുന്നു. അദ്ദേഹമാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി തട്ടി പുറത്തു കൊണ്ടുവന്നത്. നമസ്കാരം. അതായത് കെ പത്മജ എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ മകളാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി അറിയപ്പെടുന്ന പത്മജ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. എന്താണ് ഇവിടെ ഉണ്ടാവുന്ന പ്രതികരണം? എന്താണ് അതിനകത്ത്? വളരെ കൃത്യമായ പത്മജയുടെ BJP പ്രവേശത്തെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞത് അവരുടെ തന്നെ സഹോദരനായ K മുരളീധരനാണ്. അത് വളരെ കൃത്യമായി അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചുള്ള മറുപടി, രാഷ്ട്രീയമായ മറുപടിയല്ല, അവരുടെ ഒരു കുടുംബ പാരമ്പര്യം അനുസരിച്ചുള്ള മറുപടി K മുരളീധരൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പത്മജ BJPയിൽ ചേർന്നാൽ തൃശ്ശൂരിലെ രാഷ്ട്രീയം എന്താകും എന്നതിനെക്കുറിച്ചുള്ള മറുപടി അവരുടെ പ്രവർത്തനത്തിൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഒന്ന്, UDFന് ഏറ്റവും അനുകൂലമുള്ള സാഹചര്യവും അല്ലെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് K കരുണാകരൻ MP ആയിരുന്ന മുകുന്ദപുരമാണ്. K കരുണാകരൻ MLA ആയിരുന്ന മുകുന്ദപുരമാണ്. വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നല്ല പ്രായത്തിൽ മുകുന്ദപുരത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ K പത്മജ പരാജയപ്പെട്ടത് എത്ര വോട്ടിനാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലൊരു എൻ്റെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ട് എന്ന് വെച്ചോളൂ. അല്ല, അത് ഒരു പ്രത്യേക ലക്കം നിങ്ങളുടെ പങ്കാളിത്തമല്ല, മാത്രമല്ല അവരെവിടെ വന്നാലും അങ്ങനെ പല പങ്കാളിത്തങ്ങളും സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പം അത് ഒന്ന്. അത് മുകുന്ദപുരം വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന തൃശ്ശൂർ പാർലമെൻറ്റിൻ്റെ പരിധിയിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പ്, ഞാനും അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയം മത്സരിച്ച ആളുകളാണ്. 2016 തെരഞ്ഞെടുപ്പ്. 2016 തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നമ്മൾ ഉറപ്പാക്കി കണക്കാക്കിയ സീറ്റുകളൊന്നാണ് തൃശ്ശൂർ എന്നത്. അവിടെയും അവർ പരാജയപ്പെട്ടു. അപ്പോൾ അത് അവരുടെ രണ്ടാമത്തെ പ്രവൃത്തി തെളിയിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2021 തെരഞ്ഞെടുപ്പ് എന്നെ ഈ K പത്മജ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായ ഉടനെ തന്നെ എന്നെ പല ആളുകളും വിളിച്ചു പറഞ്ഞു ഇത് നിങ്ങളെ കൂടി ബാധിക്കുമെന്നുള്ളത്. ഞാനും വന്ന് അത് ഏതാണ്ട് കണക്കൂട്ടിയിരുന്ന ആളാണ്, അത് എന്നെ കൂടി ബാധിച്ചതാണ്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ പത്മജയുടെ പ്രകടനം 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട പത്മജ അത് തന്നെ അവർ പ്രവൃത്തി തെളിയിച്ചാണ്. എന്തുകൊണ്ടാണ് അവർക്ക് 3 തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാതിരുന്നത്? വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. മുകുന്ദപുരം പോലൊരു സീറ്റിൽ പരാജയപ്പെടുക, തൃശ്ശൂർ പോലൊരു സീറ്റിൽ പരാജയപ്പെടുക, വീണ്ടും അവർ അവിടെ വീണ്ടും പരാജയപ്പെടുക. അപ്പോൾ അതിനുള്ള ഉത്തരം അവരുടെ പ്രവർത്തനം തന്നെയാണ്. വേറെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യം അതിനകത്തില്ല. അതായത് ഇവിടെ ഈ മണ്ഡലത്തിൽ അവർ പോകുന്നതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണ്? പാർട്ടിക്ക് എന്ത് മാത്രം നഷ്ടമുണ്ടാകും ഈ ഇലക്ഷൻ വരുന്നൊരു ഘട്ടത്തിൽ? അല്ല, അവർ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങൾ അവരുമായി സംസാരിച്ചതാണ്. അതിനുശേഷമാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവരിട്ടത്. ഒരിക്കലും BJPയിലേക്ക് പോകില്ല,
എന്ന് പറഞ്ഞു, ആളുകൾ നുണ പറയുകയാണ് എന്ന് പറഞ്ഞു. അതേ പത്മജ 5 മണി കഴിഞ്ഞപ്പോൾ അവരുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. അവിടെ ഞാൻ കുറേ പോസ്റ്റുകൾ പരിധി നോക്കി. അതിനകത്തൊക്കെ അവർ എഴുതിയ BJP വിരുദ്ധമായ പോസ്റ്റുകളൊക്കെ ഇപ്പോഴും ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവരെത്രത്തോളം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിങ്ങനെ കാലത്തൊന്ന് വൈകുന്നേരം ഒന്ന് അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സ്വാഭാവികമായി ഞാൻ 2 ദിവസമായിട്ട് അവരെ ഫോളോ അപ്പ് ഉണ്ടായി. ഇന്ന് രാവിലെയാണ് നമ്മളത് പോകുന്നു എന്നുള്ളൊരു ഉറപ്പ് എന്ന രീതിയിൽ വന്നത്. ഇനി അത് മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ച് വേറെ ഏതെങ്കിലും ഡിസിഷൻ എടുക്കാം. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പ്രധാനപ്പെട്ട ഈ ജില്ലയിലെ മുഴുവൻ ആളുകളെയും കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഇന്ന് ഈ ജില്ലയിലുള്ള ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു, നമുക്ക് ഈ പാർലമെൻറ്റിനകത്തെ 59 മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരെയും 14 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരെയും 7 നിയോജകമണ്ഡലം UDF ചെയർമാൻമാരെയും പ്രത്യേകിച്ച് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവരോട് പറഞ്ഞത് 10 മണിക്ക് വരാനാണ്. അപ്പോൾ സാധാരണ രീതിയിൽ UDFൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തൃശ്ശൂരിലായതുകൊണ്ട് K. കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ്. അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്തു. അതിന് തൃശ്ശൂർ പാർലമെൻറ്റിനകത്തെ മുഴുവൻ ആളുകളും കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരെല്ലാവരും ഒരാൾ പോലും, ഇപ്പോൾ നമുക്കിതിനകത്ത് ഏതെങ്കിലും അവർ 2 തവണ മത്സരിച്ച ഒരു മണ്ഡലം തൃശ്ശൂർ അസംബ്ലി മണ്ഡലമാണ്. K. കരുണാകരൻ്റെ മകളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. ആ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അവരുടെ സ്റ്റാഫ് പോലും ഇന്ന് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരും പങ്കെടുക്കുകയാണ്, എല്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരും പങ്കെടുക്കുകയാണ്. അതെ, ഒരു ചലനവും അവർ പോകുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്നാണ് അനിലക്കര പറയുന്നത്. ഒരു കുഞ്ഞുകുട്ടിയെ തൃശ്ശൂരിൻ്റെ മതേതര പാരമ്പര്യവും തൃശ്ശൂരിൻ്റെ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും K. കരുണാകരനെ വികാരമായി നെഞ്ചിലേറ്റിയ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ BJPയിലേക്ക് പോകാൻ കഴിയില്ല. ഒരു തർക്ക കാര്യത്തിലില്ല. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ട്രെൻഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ള വലിയ പ്രചരണം വന്നു കഴിഞ്ഞല്ലോ. സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. അതേപോലെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയും വന്നു കഴിഞ്ഞു, സുനിൽകുമാർ. എന്താണ് ഇവിടുത്തെ പൊതുവെയുള്ള ഒരു വികാരം? ഈ പത്മജയുടെ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. പറഞ്ഞോളൂ. K. കരുണാകരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയെന്നാണ്. ഇത് കരുണാകരൻ്റെ നെഞ്ചിലാണ് പത്മജ കുത്തിയത്. അതാണ് ഞങ്ങളുടെ പൊതുവിൽ മനസ്സിലായി. ഞങ്ങളുടെ നെഞ്ചിനകത്താണ് ശ്രീ K. കരുണാകരൻ. ആ നെഞ്ചിലാണ് പത്മജ കുത്തിയത്. അത് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മറക്കാൻ കഴിയില്ല. ഇന്നലെ വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിസ്സംഗതനായി നിന്നിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലോടുകൂടി, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവൻ കരുണാകരനേക്കാൾ വികാരമുള്ള കോൺഗ്രസ്സായി മാറിയിരിക്കുക. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പത്മജ പോയത് കൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാം ഉണർന്നു. പത്മജ പോയതുകൊണ്ടല്ല, ഒരു പത്മജയ്ക്കും കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല. കരുണാകരൻ്റെ കൂടി രക്തമലിഞ്ഞു ചേർന്ന കോൺഗ്രസ്സാണ് തൃശ്ശൂർ. കരുണാകരൻ ഒരു ഘട്ടത്തിലും വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്ത ഒരാളല്ല. DAC-യുമായി ബന്ധപ്പെട്ട് CPI-യുമായി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്ത ആളാണ്. കരുണാകരനെ കരിങ്കാലി എന്ന് വിളിച്ച കാലഘട്ടത്തിലാണെങ്കിൽ പോലും കരുണാകരൻ കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ്. ഇത് ചില സാമ്പത്തികമായ വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അന്വേഷണാത്മക പത്രബോധത്തിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും അന്വേഷിച്ച ഒരാളാണ്. പത്മജയുടെ പോക്കെന്ന് പറയുന്നത് വെറും രാഷ്ട്രീയം മാത്രമല്ല. അവിടെ EDയുടെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റെയും ഒക്കെ അവരുടേതായ ചില സംഭാവനകൾ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ED എല്ലാ സ്ഥലത്തും EDയും അതേപോലെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളും നേതാക്കന്മാരെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണോ അവിടെയും നടന്നിരിക്കുന്നത്? സ്വാഭാവികമാണല്ലോ. ഇവിടെ CPM-നെ അവർ ഭയങ്കരമായി പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ ഒന്നും ചുക്കും ഒരു ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. അദ്ദേഹം പക്ക പൊളിറ്റീഷ്യനാണ്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ ചേർക്കുന്ന ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങളാണ്. അത് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പത്മജയുടെ ഭർത്താവും മക്കളുമൊക്കെ 5-6 മാസം മുമ്പേ BJPയിലായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ സമ്മർദ്ദം കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ, അതായത് ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ നേരത്തെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി എന്നുള്ള രൂപത്തിൽ വലിയ പ്രചരണം ഉണ്ടായിരുന്നു.
പലതരത്തിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനവും വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേർ മത്സരത്തിന് റെഡിയായി കഴിഞ്ഞു. സുനിൽ കുമാറും CPIക്ക് വേണ്ടി സുനിൽ കുമാറും BJPക്ക് വേണ്ടി സുരേഷ് ഗോപി. എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ? നമ്മൾ തെരഞ്ഞെടുപ്പിനെ രണ്ട് തരത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പായതുകൊണ്ട് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ കാണാം. ഒന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള 3 രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണല്ലോ. ആ 3 രാഷ്ട്രീയ പാർട്ടി നിലപാടുകൾ നമ്മൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരിശോധിക്കും. അത് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ എടുക്കാം. ആദ്യ ഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായും നദേടൻ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളുടെ ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് എന്നുവെച്ചാൽ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ്. സുനിൽ കുമാർ നമുക്ക് അപരിചിതനായ ഒരാളൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. സ്വാഭാവികമായിട്ടും ഞാൻ ഈ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ നമ്മൾ 20-ാം നൂറ്റാണ്ടിലാണല്ലോ ഈ സുഹൃത്തിനെ കാണുന്നത്. ഏതാണ് എത്ര വർഷമായി ഉണ്ടാവും? ഒരു 25 വർഷമായി. അതെ, അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കാലഘട്ടം സമയത്താണ് ഈ 20-ാം നൂറ്റാണ്ട് വരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കെ കരുണാകരൻ്റെ അടുത്ത് പോകുന്നതും പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് കുട്ടികളുമായി പോകുന്നു. അങ്ങനെ ഇദ്ദേഹം പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം SFI ആയിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഞാനാ പറഞ്ഞത്, അപ്പോൾ അദ്ദേഹം സ്റ്റുഡൻസ് രാഷ്ട്രീയത്തിൽ SFI ആയിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് പത്രാസ് വന്നപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് ആവണമെന്നൊരു താല്പര്യം വന്നു. അങ്ങനെ പോകുന്ന ഒരാൾ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ അദ്ദേഹം ജനിച്ച സമുദായം എന്ന് പറയുന്നത് അദ്ദേഹം സുകുമാരൻ നായരെ കൂടെയുള്ള നായർ എന്ന രീതിയിലൊക്കെ സംസാരിച്ചായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറക്കി വിട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തൃപ്തിയുള്ള ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിലും നേരത്തെ തന്നെ പിന്നെ SFI ആയി, പിന്നീട് കോൺഗ്രസ് ആവാൻ താല്പര്യം വന്നു. ഇപ്പോൾ അദ്ദേഹം BJP ആയി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനകത്തൊരു തൃപ്തിയില്ല. പിന്നെ ഇന്ത്യയിലെ സ്വാഭാവികമായും ജാതിയും മതവും ഒക്കെ അമിതമല്ലാത്ത രീതിയിൽ എല്ലാ ആളുകളും വിശ്വസിച്ച് പോകുന്നൊരു സംവിധാനമാണ്. അദ്ദേഹം ഒരു സവർണ നായർ ഫാമിലിയിൽപ്പെട്ട ആളാണ്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ, ഏറ്റവും അംഗീകാരമുള്ള ഒരു സമൂഹം NSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് അതിലും തൃപ്തിയില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബ്രാഹ്മണനാകണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പം അദ്ദേഹത്തിന് ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിച്ചു ഒരു തൃപ്തനായ ഒരാളല്ല അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റിലും നമുക്കിത് കാണാൻ കഴിയും. സുരേഷ് ഗോപിയോട് ആദ്യം മത്സരിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂർ പാർലമെൻറ്റിലാണ് മത്സരിക്കുന്നത്. തൃശ്ശൂർ പാർലമെൻറ്റിൽ അദ്ദേഹം മത്സരിച്ച് വന്ന വരവ് ഒക്കെ നമ്മൾ കണ്ടതാണ്. രാജാജി മാത്യു ആണ് നമ്മുടെ LDFൻ്റെ കാൻഡിഡേറ്റ്, പ്രധാനമായിരുന്നു കാൻഡിഡേറ്റ് ആയിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 3ാം സ്ഥാനത്തായിരുന്നു. തർക്കകാര്യത്തിലില്ലല്ലോ. സുരേഷ് ഗോപിക്ക് ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലമാണ്. അവിടെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് എത്രാം സ്ഥാനത്തായിരുന്നു? 2ാം സ്ഥാനത്തായിരുന്നു. ആദ്യത്തെ മത്സരത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി. പിന്നെ വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂർ പാർലമെന്റിനകത്തെ തൃശ്ശൂർ അസംബ്ലിയിൽ അദ്ദേഹം മത്സരിക്കുകയാണ് ആണല്ലോ. തൃശ്ശൂർ പാർലമെന്റിനകത്ത് മത്സരിക്കുമ്പോൾ TN പ്രതാപനോട് ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് 2ാം സ്ഥാനമാണ്. പിന്നെ അദ്ദേഹം തൃശ്ശൂർ അസംബ്ലിയിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ നമ്മൾ നോക്കണം. ഒന്ന് ബാലേന്ദ്രനാണ്, 2 ഈ പറഞ്ഞ K പത്മജിയാണ്, 3 സുരേഷ് ഗോപിയാണ്. അപ്പോൾ അത് ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ ടെമ്പോ നിലനിർത്തിയ 2ാം സ്ഥാനത്ത് വന്ന സുരേഷ് ഗോപി ഈ പറഞ്ഞ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു നോക്കുമ്പോൾ അവരുടെ ഒരു കപ്പാസിറ്റി നോക്കുമ്പോൾ ആർക്കാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രാം സ്ഥാനം കിട്ടണം? സ്വാഭാവികമായിട്ടും 1ാം സ്ഥാനമോ 2ാം സ്ഥാനം നിലനിർത്തണമല്ലോ. 2ാം സ്ഥാനം നിലനിർത്തുള്ളൂ. അദ്ദേഹം 3ാം സ്ഥാനത്തായിരുന്നു. അപ്പം അതെന്താണ് കാണിക്കുന്നത്? തൃശ്ശൂർ ജനത അദ്ദേഹത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനാകാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ മാത്രമുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് തൃശ്ശൂർ ജന അദ്ദേഹത്തെ വിലയിരുത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. അദ്ദേഹം നേരത്തെ പിന്നെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം എത്രത്തോളമാണ് മിസ്യൂസ് ചെയ്തത്?
അത് മകളുടെ വിവാഹമാണെങ്കിലും ആ വിവാഹത്തിന് മുൻപ് നടന്ന പിന്നെ ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടമാണെങ്കിലും ആ കിരീടം വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ജയിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ വൈരം വെച്ച കിരീടം ലൂർദ് മാതാവിന് സമർപ്പിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വാർത്ഥത ജയിച്ചു കിട്ടുകയാണെങ്കിൽ അത് പിന്നെ മാതാവിന് പോലും വിലയിടുകയാണ്. എന്നെ ജയിപ്പിച്ചാൽ ആരോടാ പറയുന്നത്? ഈ ലൂർദ് എന്താണ് സുരേഷ് ഗോപിക്ക് അറിയാം. ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്നത് അശരണരായ രോഗികളുടെ ആലംബ കേന്ദ്രമാണ്. ഒരാൾക്ക് അധികാരമുണ്ടാകാൻ വേണ്ടി കരുണ കൊടുക്കുന്നതല്ല മാതാവ്, ഒരാൾക്ക് പണമുണ്ടാകാൻ വേണ്ടി കരുണ കൊടുക്കുന്നതല്ല മാതാവ്. ലൂർദ്, ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്നത് രോഗികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതും രോഗമുക്തി കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള മാതാവാണത്. ഈ ലൂർദ് മാതാവ് എന്ന് പറയുന്നത് അതെന്താണെന്ന് അറിയാത്ത സുരേഷ് ഗോപി വോട്ടിന് വേണ്ടി ആ മാതാവിനെ വിലയിടുകയാണ്. അത് തൃശ്ശൂർക്കാർക്ക് അറിയാമല്ലോ. അതാണ് പറയുന്നത്. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കപ്പാസിറ്റിയും വ്യക്തിപരമായ അജണ്ടയും തൃശ്ശൂരിൽ ആളുകളെ മുക്കുവണ്ടം കാട്ടി പറ്റിക്കാമെന്ന് കരുതുന്നത്. ഇത് പത്തരമാറ്റുള്ള സ്വർണം ലോകത്ത് മുഴുവൻ വിൽക്കുന്ന ആളുകളാണ് തൃശ്ശൂർക്കാർ. ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാരികൾ ആലൂക്കാസ് ഗ്രൂപ്പാണെങ്കിലും കല്യാൺ ഗ്രൂപ്പാണെങ്കിലും തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾക്ക് സ്വർണം ഉറച്ചു നോക്കേണ്ട കാര്യമില്ല, മണത്ത് നോക്കേണ്ട കാര്യമില്ല, കണ്ടാൽ ഞങ്ങൾക്കറിയാം. അതാണ് സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിലുള്ള മറുപടി. അതായത് താങ്കൾ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയാണ്. ആ കേസിൽ താങ്കൾ CBI അന്വേഷണത്തിന് കൊടുത്തു. അതിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? ലൈഫ് മിഷൻ കേസ് കേരളം ഒരുപാട് ചർച്ച ചെയ്ത കേസാണ്. അത് ഈ പറയുന്ന സ്വപ്ന സുരേഷും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വിഷയമാണ്. അത് ഒരു വലിയ സ്കാമായിരുന്നു. ആ സ്കാം വടക്കാഞ്ചേരിയിൽ തടഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് മാറിയത്. അത് വടക്കാഞ്ചേരി മാത്രമല്ല, ആ സ്കാം അവർ വിജയിച്ചെടുത്താൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇവർ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അത് ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മുഴുവൻ കേരളത്തിൽ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് ദുബായിലും മറ്റ് വിദേശത്തൊക്കെ വെച്ച് നടന്നിരുന്നു. അപ്പോൾ അത് ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആണ് ഇതിൻ്റെയൊക്കെ ഈ പിടിക്കപ്പെട്ടാണല്ലോ ഇതിൻ്റെ വിഷയം ഉണ്ടായത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി കണക്ട് ചെയ്തതാണ്. അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് തൃശ്ശൂരിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് CBI എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രം കൃത്യമായല്ലോ, അത് മുഖ്യമന്ത്രിക്ക് അറിയാം. അത് തർജ്ജമ ചെയ്തത് വളരെ രസകരമാണ്. V. മുരളീധരനാണ് പറഞ്ഞത്. അദ്ദേഹം പറയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രതി ജയിലിൽ കിടക്കുകയാണ്. ആര്? ശിവശങ്കരൻ. ആരെ ശിവശങ്കരൻ? ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ മുരളീധരൻ്റെ ചേട്ടനാണ്. ഈ മുരളീധരൻ വിവാഹം കഴിച്ചിട്ടുള്ള ഡോക്ടറുടെ ചേച്ചിയും അനിയത്തിയാണ് ഈ പറയുന്ന ശിവശങ്കരൻ്റെ ഭാര്യയാണ്. അവർ തമ്മിൽ തർക്കം, അത് വേറെ വിഷയം. അപ്പോൾ അത് കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാം. അപ്പോൾ പല ആളുകളും ധാരണ ലൈഫ് മിഷൻ കേസിൽ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എന്നാണ്. അത് തെറ്റാണ്. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA എൻക്വയറിയുമായി പോയ സമയത്ത് അവർക്ക് ലോക്കറിൽ നിന്ന് കിട്ടിയ പണം 1 കോടി രൂപ, ഈ 1 കോടി രൂപ കിട്ടിയ നോട്ടുകൾ, അതിൻ്റെ റിബൺ കരമന ആക്സിസ് ബാങ്കിലെ റിബണായിരുന്നു. മനസ്സിലായി? ഇത് കൃത്യമായി മനസ്സിലാവേണ്ട കാര്യമാണ്. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ലൈഫ് മിഷൻ കേസ് വരുന്നത്. പക്ഷെ ഞാൻ ആ ലൈഫ് മിഷൻ കേസിന് തുടക്കത്തിലുണ്ടായിരുന്നു. ആ ലൈഫ് മിഷൻ കേസ് ആ പദ്ധതി ആരംഭിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പദ്ധതി ഇതായിരുന്നില്ല. ഇത് UDF ഗവൺമെൻറ് കാലത്ത് CN ബാലകൃഷ്ണൻ തുടങ്ങിയൊരു പദ്ധതിയാണ്. ഈ നമ്മുടെ ജില്ലയിലെ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് 3 സെൻറ്റ് വീതം ഭൂമി കൊടുത്ത് വീട് വയ്ക്കാനുള്ള പ്രോജക്റ്റായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു കലാപരിപാടി നടത്തി അദ്ദേഹം കുറച്ച് ഫണ്ട് കളക്ട് ചെയ്തു. ആ ഫണ്ട് കളക്ടറേറ്റിലുണ്ടായിരുന്നു. അത് ടെൻഡർ ചെയ്തു. അങ്ങനെ ഭൂമി വാങ്ങാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം വന്നു. ഗവൺമെൻറ് മാറി. അപ്പോൾ ആ ഫണ്ട് അവിടെ കിടക്കുകയാണ്. ഗവൺമെൻറ് മാറിയപ്പോൾ ഇവരെന്ത് ചെയ്തു? വീണ്ടും ടെൻഡർ ചെയ്തു. അങ്ങനെ CPI നേതാവിൻ്റെ സ്ഥലം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഞാൻ പോലും അറിയാതെ ഗവൺമെൻറ് വാങ്ങുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. അന്ന് ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ചു. അപ്പോൾ ശങ്കർ സാറുമായി ഞാനുമായി ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ റോഡ് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ MLA ഫണ്ട് വെച്ച് റോഡ് കൊടുത്തു. അങ്ങനെ ഒരു സുപ്രഭാതം കഴിയുമ്പോഴാണ് ഈ പ്രോജക്റ്റ് അവിടെ നിന്ന് മാറുന്നത്. ശങ്കർ സാറിനെ ഓടിപ്പിച്ച് അവിടെ യൂണിറ്റാക്ക് വരികയാണ്. അത് ഞാനിലേക്ക് പിന്നെ വരാം. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഈ കരമന ആക്സിസ് ബാങ്കിൻ്റെ റിബനുള്ള നോട്ട് കിട്ടുകയാണ്. ആ നോട്ടിൽ ആക്സിസ് ബാങ്കാണ് ഈ റിബണിന് എടുക്കുന്നത്. അങ്ങനെ ആക്സിസ് ബാങ്കിൽ ചെല്ലുകയാണ്. ആക്സിസ് ബാങ്കിൽ മാനേജറാണ് പറയുന്നത് ഇത് പിന്നെ UAE കോൺസുലേറ്റിൽ നിന്നും കൊടുത്ത് സന്തോഷ് ഈപ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് അക്കൗണ്ട് തുടങ്ങി അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ പൈസയിൽ നിന്നും ഡോളറാക്കി മാറ്റിയ തുകയും ബാക്കിയുള്ള തുകയാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ സന്തോഷ് ഈപ്പൻ എന്ന് പറഞ്ഞ ആൾ പിക്ചറിൽ വരുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസ് കൈമാറി അവരാണ് ഈ കേസ് എടുക്കുന്നത്. പക്ഷെ സ്വാഭാവികമായി എന്ത് ചെയ്യണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി മുന്നോട്ട് പോയില്ല. അപ്പോൾ ഞാൻ ഈ കേസിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാ ഡോക്യുമെന്റുകളും ഓരോരോ ഘട്ടത്തിൽ ഞാൻ ശേഖരിച്ചു കൊണ്ടിരുന്നു. ആ ശേഖരിച്ച് വന്നപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയും രണ്ടാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ കാരണം? അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പ്രോജക്റ്റ് അല്ല. ലൈഫ് മിഷനുമായി യാതൊരു ബന്ധമില്ലാത്ത പ്രോജക്റ്റ് ആയിരുന്നു. അത് പിന്നീട് ലൈഫ് മിഷനിലേക്ക് വന്നു. ലൈഫ് മിഷൻ പ്രോജക്റ്റ് സംസ്ഥാനത്ത് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് ഭൂമി വെച്ച് കൊടുക്കില്ല. അതാണ് ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. വടക്കാഞ്ചേരിയിൽ യൂണിറ്റാക്കും ലൈഫ് മിഷൻ തമ്മിലുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഈ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്കുള്ളതല്ല. അത് നമ്മുടെ സംസ്ഥാനത്ത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കുള്ളതാണ്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടിയാണ്. അതാണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. ഈ റെഡ് ക്രോസിന് തുല്യമായ അവർക്ക് ഭൂമിയില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അവർക്ക് പദ്ധതിയില്ല. ഈ നാച്ചുറൽ കലാമിറ്റികൾ, രാജ്യത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇഫക്റ്റ് ചെയ്യുന്ന ഇരകൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റാണ് ഇത്. ഈ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിനെ അങ്ങോട്ട് മാറ്റിയാണ്. ആ പ്രോജക്റ്റിനെ അങ്ങോട്ട് മാറ്റുന്ന ആരാണ്? ഒരു അധികാരവും ഇല്ലാത്ത ഒരു വിഷയം മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് മിഷൻ ഈ പ്രോജക്റ്റ് മാറ്റിയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഈ പ്രോജക്റ്റ് മാറ്റാൻ കഴിയില്ല. ചെയർമാൻ അറിയാതെ കഴിയില്ല. വൈസ് ചെയർമാൻ അറിയാതെ കഴിയില്ല. വൈസ് ചെയർമാൻ AC മൊയ്തീൻ തദ്ദേശ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് അറിയാതെ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ മാറുകയാണ്. മാറുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യണം? വടക്കാഞ്ചേരി വാങ്ങിയിട്ടുള്ള ഭൂമി, ചരൽപ്പറമ്പിലെ ഭൂമി സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയാണ്. മനസ്സിലായല്ലോ? ആ ഭൂമി എങ്ങനെയാണ് സന്തോഷ് ഈപ്പന് കെട്ടിടം പണിയാൻ കൊടുക്കുന്നത്? വാക്കാലുള്ള കരാറാണ്. മുഖ്യമന്ത്രി ചെയർമാനായ ഒരു പ്രോജക്റ്റിൽ വാക്കാലുള്ള കരാർ ആർക്ക് നടപ്പിലാക്കാൻ പറ്റും? മുഖ്യമന്ത്രി അത് നടക്കില്ല. അതൊരു കൺഫ്യൂഷൻ ഇല്ല. അതാണ് മുഖ്യമന്ത്രി ഒന്നാം പ്രതി എന്ന് പറയുന്നത്. പിന്നീട് ആ തീരുമാനങ്ങൾ മുഴുവൻ റെഗുലേറ്റ് ചെയ്യാണല്ലോ. ആ തീരുമാനങ്ങളെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ ചെയർമാൻ അധികാരം അത് പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി അറിയാതെ. അതായത് വിദേശത്തുനിന്ന് ഒരു ഫണ്ട് വരുമ്പോൾ ലൈഫ് മിഷൻ നേരിട്ട് വരാനുള്ള യോഗ്യതയല്ലേ ഉള്ളൂ, അല്ലാതെ ഈ റെഡ് ക്രസന്റിനോ വരാനുള്ള, അല്ല ഈ യൂണിടെക്കിന് വരാനുള്ള യോഗ്യതയുണ്ടോ നിയമപ്രകാരം? അല്ല, യൂണിടെക് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അതെ, അവർക്ക് കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു ലൈസൻസ് ഉള്ള കമ്പനിയാണ്. അവർക്ക് സർക്കാരുമായി എഗ്രിമെന്റ് വെക്കാൻ യാതൊരു നടപടിക്രമങ്ങളും ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ UAE റെഡ് ക്രസന്റിനെ മാത്രമാണ് FCRA നിയമങ്ങൾ അനുശാസിച്ച് ഫണ്ട് വരുമ്പോൾ ഇവിടെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് ഈ സ്ഥാപനത്തിൽ വരാനുള്ള യോഗ്യതയിലുള്ള നിയമപ്രകാരം പകരം റെഡ് ക്രസന്റ് ഇവിടെ യൂണിടെക്കിലേക്ക് മാറ്റിയത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. അങ്ങനെയല്ല, ഇവരുടെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് UAE പിന്നെ കോൺസുലേറ്റും ലൈഫ് മിഷൻ തമ്മിലാണ് എഗ്രിമെന്റ്. മനസ്സിലായല്ലോ? UAE കോൺസുലേറ്റും റെഡ് ക്രസന്റ് തമ്മിൽ, UAE കോൺസുലേറ്റും ലൈഫ് മിഷനും തമ്മിലാണ് എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് ആക്കാൻ ഞാൻ എതിരല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭൂമി UAE കോൺസുലേറ്റ് കൈമാറി കൊടുക്കണം. UAE കോൺസുലേറ്റിന് ഭൂമി കൈമാറാൻ രാജ്യത്ത് നിയമമില്ല. വിദേശ രാജ്യത്തായിരുന്നു. അത് വിദേശ രാജ്യമാണല്ലോ. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാവും. അവിടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി തരുന്നു, മടക്കി തരാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ഉണ്ടാവും. അങ്ങനെയില്ല. ഇതൊരു വിദേശ രാജ്യം യൂണിടെക്, UAE കോൺസുലേറ്റും യൂണിടെക്കും തമ്മിലുള്ള എഗ്രിമെന്റ് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാക്കാൽ യൂണിടെക്കിന് സർക്കാർ ഭൂമി കൈമാറാണ്. അത് CBI എൻക്വയറി നടന്നാൽ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പ്രതിയാവും. ഒരു തർക്കമോ കാര്യത്തിലില്ല. CBI എൻക്വയറി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? CBI എൻക്വയറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പിന്നെ
ഈ ED കേസുമായി ബന്ധപ്പെട്ടും NIA കേസുമായി ബന്ധപ്പെട്ട കേസിൽ എൻ്റെ റിട്ടേൺ പെറ്റീഷനാണ്. ഞാൻ ഹൈക്കോടതി കേസ് കൊടുത്തു വന്ന കേസല്ല. ഞാൻ CBI SP-ക്ക് റിട്ടേൺ കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ടിൻ്റെ FCRയുടെ നടപടിക്രമം അനുസരിച്ച് ഉള്ള വിഷയത്തിൽ കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ നേരെ FIR ഇട്ടാണ്. ആ FIR ഇട്ടപ്പോൾ എന്ത് ചെയ്തു? ഇവർ ഹൈക്കോടതിയിൽ പോയി 2-3 തവണ ചലഞ്ച് ചെയ്തു. ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടു. സുപ്രീം കോടതി പോയി, സ്റ്റേക്ക് പോയി. ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അവർക്ക് സ്റ്റേ ഇല്ല. ഈ കേസ് CBI അന്വേഷിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണല്ലോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസ് അന്വേഷിച്ചു. 2023 ആഗസ്റ്റ് 25 എന്നാണ് എൻ്റെ ഓർമ്മ. രാവിലെ AC മൊയ്തീൻ്റെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്തു. ഇന്ന് 2024 കടന്നു. ഒരു വർഷം മാർച്ച് ആയല്ലോ. മാർച്ച് 7-ാം തീയതിയാണ് ഒന്നാമത്തെ ഫസ്റ്റ് റെയ്ഡ് നടന്നത് AC മൊയ്തീൻ്റെ വീട്ടിലാണ്. കൃത്യമായി അവർ പറഞ്ഞു ഇത് ബിനാമി ഇടപാടാണ്, ഇത് AC മൊയ്തീൻ്റെ ബിനാമികളാണ് എന്ന് പറഞ്ഞു. റെയ്ഡ് നടത്തി. ഏറ്റവും രസകരമായ കാര്യമാണ്, നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ചാർജ് ഷീറ്റ് കൊടുത്തു. 43 ലക്ഷം രൂപ AC മൊയ്തീൻ്റെ അനധികൃത സമ്പാദ്യം ED ഫ്രീസ് ചെയ്തു, പ്രിലിമിനറി നടപടി അനുസരിച്ച്. അത് കഴിഞ്ഞ് EDയുടെ അഡ്യൂക്കേറ്റഡ് അതോറിറ്റി, ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള അതോറിറ്റിയാണ്, അവരാണിത് ശരിവെക്കേണ്ടത്. അവർ ശരിവെച്ചു. 43 ലക്ഷം രൂപ AC മൊയ്തീൻ്റെ അനധികൃത സമ്പാദ്യം ഈ മരവിപ്പിച്ചത് താൽക്കാലികമായ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻറ്റ് പെർമനന്റ് അറ്റാച്ച്മെൻ്റ് ആക്കി അഡ്യൂക്കേറ്റഡ് അതോറിറ്റി ശരിവെച്ച് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് AC മൊയ്തീനെ പ്രതിയാക്കാത്തത്? അരവിന്ദാക്ഷൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പിന്നെ പ്രതിയാക്കാതിരിക്കുന്നത്? അല്ല, അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും പിണറായി വിജയനും തമ്മിലുള്ള ധാരണ പ്രകാരം ആണ് ഇവിടെ ഭരണം നീങ്ങുന്നത് എന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അതാണ് ഞാൻ അങ്ങേയെ കൊണ്ട് തന്നെ ചോദിച്ചത്, എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് മറ്റ് പരാതി ഇപ്പോൾ CBI എൻക്വയറി ലൈഫ് മിഷൻ്റെ കേസ് അന്വേഷിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, തെളിവ് കണ്ടെത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻഫോഴ്സ്മെന്റ് മറ്റെല്ലാവരുടെ അടുത്തും പോയല്ലോ, പിണറായിയിൽ മാത്രം അതാ ഞാൻ പറഞ്ഞു വരും. അപ്പോൾ AC മൊയ്തീൻ്റെ വിഷയത്തിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ സാധാരണ അറസ്റ്റുകൾക്കൊന്നും ഇവർക്ക് തടസ്സമില്ല. ഈ പവർ പൊളിറ്റിക്സ് അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഡൽഹി ക്ലിയറൻസ് വേണം. അപ്പോൾ ഇതിനകത്ത് 2-3 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഒന്ന് V മുരളീധരൻ, പിന്നെ 2-3 ആളുകളുണ്ട്. അല്ല, സുരേന്ദ്രൻ ഒരു പാർട്ടിക്കാരനാണ്. V മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്, അറിയാലോ. അതിന് 2-3 ആളുകൾ തന്നെ മീഡിയേറ്റർമാരുണ്ട്. ആ മീഡിയേറ്റർമാർ ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്കലായി 2 നേട്ടമാണ്. അത് തന്നെയാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം. പൊളിറ്റിക്കലായ നേട്ടം എന്ന് പറയുന്നത് ഒരു കാരണവശാലും BJPക്ക് നേരിട്ട് കോൺഗ്രസിനോട് പരാജയപ്പെടാൻ കഴിയില്ല. കോൺഗ്രസും പിന്നെ CPM ഒരു മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിനെ എത്രത്തോളം പരാജയപ്പെടുത്താൻ പറ്റും എന്നതിന് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളാണ് പിണറായി വിജയൻ. ടൂളാണ്, അല്ലാതെ ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല ഈ വിഷയത്തിൽ. ഇത് നരേന്ദ്രമോദിയുടെ ഒരു ടൂളാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നരേന്ദ്രമോദി കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പിണറായി വിജയൻ. അതിനുവേണ്ടിയുള്ള ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ്, അതിനുവേണ്ടിയുള്ള ബാർഗനിങ് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ പിണറായി വിജയനെ കൂടി ഈസിയായി നരേന്ദ്രമോദി ചെയ്യാൻ. അതിജീവിക്കാനുള്ള കപ്പാസിറ്റി കേരളത്തിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ V മുരളീധരൻ മാത്രം അറിഞ്ഞുകൊണ്ടല്ല, കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും അറിഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ഈ അന്തർധാര നടക്കുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, അത് ലോങ് ടൈമാണ്. ഇത് ഈ കേരളത്തിലെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമം BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടൈം പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്. ആ സമയം ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞല്ലോ. എന്നിട്ട് ഇവിടെ അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ 10 വർഷം ഒരു വലിയ സമയമായിരുന്നു. ആ 10 വർഷം കൊണ്ട് ഇവർക്ക് കഴിഞ്ഞില്ല. ഇനി ഈ 2024 BJP കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമ്മൾ വലിയ പാർട്ടിയായിരുന്നല്ലോ, തർക്ക കാര്യമില്ല. ഇപ്പം ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്താൻ ഏത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ പല സ്ഥലത്തും നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഈ പറയുന്ന ഗുജറാത്തിൽ പല സീറ്റുകളും ആം ആദ്മി കൊടുക്കാണ്ടായ ഒരു സാഹചര്യം. ഈ പറയുന്ന ഡൽഹിയിൽ ഞങ്ങൾ ആം ആദ്മിയുമായി ചേർന്ന പഞ്ചാബിൽ നമ്മൾ ചേരാത്തത് അതിൻ്റെ ഗുണം BJP കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി
പിണറായി വിജയൻ എന്ന് പറഞ്ഞ ടൂളിനെ വെച്ചുകൊണ്ട് ഇനി നരേന്ദ്രമോദിക്ക് ഞങ്ങൾ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും അവസാനത്തെ ഒരു ഗെയിമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ സംഭവം BJP അണികൾ അംഗീകരിക്കുന്നുണ്ടോ സത്യത്തിൽ? അതായത് പിണറായി വിജയനെതിരെയുള്ള ശക്തമായ വികാരമുണ്ടായിരിക്കെ ഇവിടെ ഈ കേന്ദ്ര നേതാക്കൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് BJP അണികളെ വിഡ്ഢികളാക്കുന്ന ഈ സമീപനത്തിൽ BJP അണികളുടെ നിലപാടെന്നാണ് ശരിക്കും? അല്ല, BJP അണികളിലെ 2 ടൈപ്പ് അണികളുണ്ട്. അപ്പം അത് നമ്മൾ റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഇപ്പോൾ ചാലക്കുടിയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് കർത്ത, കർത്തയുടെ അളിയനല്ല, സി രവീന്ദ്രനാഥ് കർത്ത എന്നാണ് അയാളുടെ പേര്. ഞാൻ വളരെ കാലമായി അദ്ദേഹവുമായി ഈ നിലപാട് പറഞ്ഞ് ഏറ്റുമുട്ടിയ ഒരാളാണ്. അത് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ ഈ സി രവീന്ദ്രനാഥിന്റെ പേരാണ് പറഞ്ഞത്. സി രവീന്ദ്രനാഥ് കർത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചേരാനല്ലൂരിലെ RSSന്റെ ശാഖാംഗമായിരുന്നു രവീന്ദ്രനാഥ് കർത്ത. ഞാൻ രവീന്ദ്രനാഥ് അയാളെ പറയില്ല, അയാളുടെ പേര് രവീന്ദ്രനാഥ് കർത്ത എന്നാണ്. ഈ രവീന്ദ്രനാഥ് കർത്തയുടെ പെങ്ങളേനെ ഈ കരിമകൾ കറുത്ത കല്യാണം കഴിച്ചു. അത് കറുത്തകളായതുകൊണ്ടാണല്ലോ അവരൊരു കേരളത്തിൽ ആ സമുദായം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ കറുത്ത അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കിയ പേരാണ്. യഥാർത്ഥത്തിൽ അയാൾ കറുത്തയാണ്, ഇവർ കറുത്തമാരാണ്. അപ്പോൾ ചേരാനല്ലൂർ ശാഖയിലെ ശാഖാംഗമായിരുന്നു രവീന്ദ്രനാഥ്. സെൻറ് തോമസ് കോളേജിൽ ഇയാൾ PGക്ക് പഠിക്കുന്ന സമയം സി രവീന്ദ്രനാഥ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ABVP. N രവീന്ദ്രനാഥിനെ പരാജയപ്പെടുത്താൻ വേണ്ടി, SFI സ്ഥാനാർത്ഥിയായിരുന്ന N രവീന്ദ്രനാഥിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ABVP നിർത്തിയ അപര സ്ഥാനാർത്ഥിയാണ് സി രവീന്ദ്രനാഥ്. നമ്മൾ നിയമസഭയ്ക്കകത്ത് നേർക്ക് നേരെ ഏറ്റുമുട്ടിയതാണ്. അപ്പോൾ CPM-നകത്ത് ഇപ്പോഴും പ്രബലമായ RSSന്റെ വിഭാഗമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. മനസ്സിലായല്ലോ? CPM-നകത്ത് പ്രബലമായൊരു RSSന്റെ വിഭാഗം നിൽക്കുന്നതാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട BJPയുടെ രാഷ്ട്രീയത്തിനേക്കാൾ വ്യത്യസ്തമായി ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ഒരു അജണ്ടയുമായിട്ട് അവർ പോവുകയാണ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ആ ഹിന്ദു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സഹായകരമായ രീതിയിൽ ഈ പോകുന്ന RSSന്റെ അജണ്ടയെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം BJPക്കകത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പരാജയപ്പെടുക എന്നുള്ളത് അവരൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിലവർ തൃപ്തരാണ് പല ഘട്ടങ്ങളിൽ. പക്ഷെ BJPയിലെ ബാക്കിയുള്ള ആളുകൾ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും അവരുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനമൊക്കെ വിലയിരുത്തിയാൽ മനസ്സിലാക്കും. നാട്ടിലെ ഈ പറയുന്ന മണ്ണ് കച്ചവടക്കാരും പിന്നെ ഈ പറയുന്ന ബ്ലേഡ് കച്ചവടക്കാരും കുളിമുറിയിൽ എത്തിച്ചു നോക്കിയ ആളുകളും അങ്ങനെ പല ആളുകളുമായി ബന്ധമുള്ള കുറേ ആളുകൾ അതിനകത്തുണ്ട്. അന്ന് ഇപ്പോഴല്ല, പണ്ട് കാലത്ത് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് നാട്ടിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിക്കുകയാണ്. അവരെന്തിനും തയ്യാറാണ്. അവർ പിണറായി വിജയനെ സഹായിക്കാനാണെങ്കിൽ അവർ തയ്യാറാണ്, എന്തിനും തയ്യാറായ ആളുകളാണ്. അവർ 2 ഘട്ടത്തിലാണ് അത് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ BJPക്കകത്ത് കേരളത്തിൽ അത് രക്ഷപ്പെടാവുന്ന ഒരു സാഹചര്യമില്ല എന്നവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ BJPയെ ഉപേക്ഷിച്ച് ഈ പറയുന്ന ഇപ്പം അനിൽ ആൻ്റണി ആണെങ്കിലും ഈ പത്മജ ആണെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ച അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിലുള്ള ഒരാളെയും കിട്ടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ജനപിന്തുണയുള്ള ആരെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലോ, അൽഫോൺസ് കണ്ണന്താനത്തിനല്ലേ ആദ്യത്തെ പർച്ചേസ് ചെയ്ത്, എന്തൊക്കെ കൊടുത്തു നോക്കി. ഇന്ന് അദ്ദേഹം എവിടെയുണ്ട്? ശ്രീധരൻ, അല്ല, അവർക്ക് വേറെ ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടത്. അൽഫോൺസ് പറഞ്ഞാൽ ബ്യൂറോക്രസി ആണെങ്കിലും അദ്ദേഹം LDFന്റെ MLA. അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അനിൽ ആൻ്റണി ഞാനായിട്ട് നേരത്തെ വളരെ അടുപ്പുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹം ഈ പോയ സാഹചര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കേണ്ട ഒന്നും അദ്ദേഹത്തെ കുറിച്ച് അവർക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ പത്മജയെക്കുറിച്ച് കരുണാകരൻ കൊടികുത്തി വാണങ്ങാലത്ത് മത്സരിച്ച് മൂന്നുപുരത്ത് പരാജയപ്പെട്ട ഒരാളാണ്. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? BJPയുടെ കേരളത്തിലെ സെലക്ഷൻ അൾട്ടർ ഫെയിലിയറാണ്, ഒരു തർക്ക കാര്യത്തിലില്ല. അതായത് ഈ വരുന്ന ഇലക്ഷനിലും താങ്കൾ പറയുന്നത് BJPക്ക് ഒന്നും നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേരളത്തിൽ. അല്ല, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം എന്താണ്? BJPക്ക് ഒരു സീറ്റ് കിട്ടിയല്ലോ. എവിടെയാണ് കിട്ടിയത്? നേമത്ത്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കിട്ടിയതാണ്. എന്തുകൊണ്ട് BJPക്ക് കിട്ടിയത് സീറ്റ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തവണ BJP 67 സീറ്റിൽ CPM വോട്ട് ചെയ്തു, 5 സീറ്റിൽ തിരിച്ചു എന്ന് പറയുന്ന സ്ട്രാറ്റജി സമ്മതിച്ചു കഴിഞ്ഞതാണ് RSS എന്ന്.
അത് എന്നിട്ട് പോലും അവർക്ക് നിയമത്ത് പോലും അവർക്ക് ഒരു സീറ്റ് നിലനിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ തൃശ്ശൂർ അസംബ്ലിയിൽ 2ാം സ്ഥാനത്ത് മത്സരിച്ച സുരേഷ് ഗോപി വീണ്ടും മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്ത് വന്ന രാഷ്ട്രീയ സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്, കേരളത്തിലുള്ളത്. അത് പിന്നെ കാസർഗോഡത്തെ കണക്കെടുക്കാം. കാസർഗോഡ് പിന്നെ അന്ന് അവിടെ മരിച്ചുപോയ പിന്നെ ബൈ ഇലക്ഷൻ വരികയാണ് ചെയ്തത്. അതെ, മഞ്ചേശ്വരത്ത് നമ്മുടെ ആരെ മരിച്ചുപോയ പേര് ഞാൻ വിട്ടുപോയി. അല്ല, ചർക്കളം അബ്ദുള്ള ആയിരുന്നു. ഇച്ചാച്ച എന്ന് പറയുന്ന ചെറിയ ഓട്ടന പിന്നെ കമറുദ്ദീനാണല്ലോ വരുന്നത്. അപ്പൊ ഞാൻ കമറുദ്ദീൻ മത്സരിച്ച ഇലക്ഷനല്ല, അതിന് മുമ്പ് മത്സരിച്ച സമയത്ത് ഞാൻ 43 വോട്ടിനാണ് 2016 ജയിച്ചത്. വടക്കാഞ്ചേരി. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ജയിച്ചത് 82 വോട്ടിനാണ്. ആരെ പരാജയപ്പെടുത്തിയത്? സുരേന്ദ്രനെയാണ്. 82 വോട്ടിനാണ് സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നത്. അവിടെ ബൈ ഇലക്ഷൻ വന്നു. എത്രാം സ്ഥാനത്തായി? BJP വളരെ പിറകോട്ട് പോയി. ഇത്തവണ കമറുദ്ദീൻ ജയിച്ച എത്ര വോട്ടിനാണ്? 10,000 വോട്ടിനാണ് ജയിച്ചത് അല്ലേ മഞ്ചേശ്വരത്ത്. അപ്പൊ BJPക്ക് കേരളത്തിൽ അവരുടെ പ്രകടനം മഞ്ചേശ്വരത്ത് 2000 വോട്ടാണ് ഇപ്പല്ല. അതെ അതെ, കഴിഞ്ഞ തവണ അല്ലല്ല, കഴിഞ്ഞ തവണ ഭയങ്കര വ്യത്യാസം. ഇല്ല, 2000 വോട്ടാണ്. അതേസമയത്ത് ലോക്സഭാ ഇലക്ഷനിൽ വലിയ വ്യത്യാസം. അപ്പൊ BJPക്ക് അല്ല, ഞാൻ 82 കൊണ്ട് കണക്കാണ് നേരത്തെ. അതൊന്നും മാറി. BJPക്ക് അവരുടെ നിലവിലുള്ള പ്രവർത്തനം പോലും മെച്ചപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കാരണം വെച്ചാൽ കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ BJPക്ക് ജനങ്ങൾക്ക് BJP വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾ BJPയെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈ അയോധ്യ പ്രശ്നമൊന്നും കേരളത്തിൽ വില പോവില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അയോധ്യ പ്രശ്നം കേരളം എന്ന് മാറ്റി എടുത്താൽ നമുക്ക് ആദ്യം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലെടുക്കും. അവിടെ പോലും ഇപ്പോൾ ചർച്ചയില്ല എന്നാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു മൂവ്മെന്റ് ആണല്ലോ ഹിമാചൽ പ്രദേശിൽ നോക്കിയത്. 6 കോൺഗ്രസ് MLA നടത്തിയെടുത്തു. അതുപോലെ അവിടെ ക്ലച്ച് പിടിച്ചില്ലല്ലോ, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. പല മേഖലകളും BJPയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് കോൺഗ്രസിനകത്ത് ആളുകൾ സ്വാഭാവികമായിട്ടും പോയിട്ടും വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു ഈ പറഞ്ഞ ഇങ്ങനത്തെ സാഹചര്യം നിൽക്കണമല്ലോ, ഈ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയോധ്യ വിഷയം ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാക്കരുത് എന്ന് പറഞ്ഞൊരു സാഹചര്യം. ഞാൻ മനസ്സിലാക്കുന്നത് UPയിൽ പോലും അതിനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല. വാരാണസി അല്ലെ പ്രധാനമന്ത്രി മത്സരിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, അദ്ദേഹം അവിടെ 100% വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയല്ല എന്നാണ് നമ്മളിപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം പോലും ഇന്ത്യ മുന്നണിയുടെ മൂവ്മെൻറ്റ് UPയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് അയോധ്യ വിഷയം ഇവിടെ വരുന്നത്? അത് നമ്മൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. ശബരിമല വിഷയത്തിനും BJPക്ക് വേണ്ടത്ര സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു, ശബരിമല വിഷയം നോക്കിയാൽ മതി. ശബരിമല വിഷയത്തിൽ പത്തനംതിട്ടയിൽ പോയി മത്സരിച്ച സുരേന്ദ്രനുണ്ടായ അനുഭവം, അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വെച്ച് നടത്തിയൊരു മൂവ്മെന്റ്, ആ മൂവ്മെന്റ് പരാജയപ്പെട്ടു. ഇനി അവിടെ നമുക്കൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കൊണ്ട് മത്സരിപ്പിക്കാം എന്നൊരു മൂവ്മെന്റാണല്ലോ ഈ പത്തനംതിട്ടയിൽ ചെയ്തത്. എന്നുവെച്ചാൽ ഇവർക്കൊരു സ്ഥിരതയായൊരു സംവിധാനം കേരളത്തിൽ BJPക്ക് എടുക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് ഇത്തവണ 2 അക്കം തികയ്ക്കും എന്നാണല്ലോ പറഞ്ഞത്. 2 അക്കം എവിടെ? കേരളത്തിൽ 2 അക്കം സംഖ്യ വിജയിച്ചിരിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 2 അക്കമാണ് ആകെയുള്ളത്. ആ 2 അക്കത്തിൽ ജയിക്കുന്ന 20 ആളുകളും പാർലമെന്റിലേക്ക് പോകും. ആ 20 ആളും BJP വിരുദ്ധരായിരിക്കും, തർക്ക കാര്യത്തിലില്ല. ഈ തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥ, തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ലോകസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3 ലോകസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അല്ല, ഈ തൃശ്ശൂർ ജില്ലയിലെ 3 പാർലമെന്റ് സീറ്റാണല്ലോ. ഒന്ന് തൃശ്ശൂർ വരുന്ന 7 അസംബ്ലി സീറ്റുകൾ വരുന്ന തൃശ്ശൂർ പാർലമെന്റും, ആലത്തൂര് 3 അസംബ്ലി സീറ്റുകൾ വരുന്ന ആലത്തൂർ, ചാലക്കുടി 3, അങ്ങനെ 3 എണ്ണം വരുന്നു. അപ്പൊ അതിനകത്ത് ആലത്തൂര് പാർലമെന്റ് സീറ്റിനകത്ത് നമ്മുടെ രമ്യ ഹരിദാസ് വീണ്ടും മത്സരിക്കുകയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം. അവിടെ നമുക്കറിയാം അവിടുത്തെ ഒരു രാഷ്ട്രീയമായ സാഹചര്യം, അവിടെ അങ്ങനെ ഒരു പക്ക കോൺഗ്രസ് മണ്ഡലമൊന്നല്ല, മാറി വന്ന ഒരു സാഹചര്യമുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ രമ്യ ഹരിദാസ് നേടിയ വോട്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് അവർ ജയിച്ചത്. അവിടെ എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ പോലെ
ഒരു നിലവിലെ മന്ത്രിയെ അവിടെ നിർത്തേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ രാധാകൃഷ്ണനോടുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണോ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കുന്നതാണോ ധരിക്കുന്നത്? ഞാൻ ധരിക്കുന്നത് അതല്ല. രാധാകൃഷ്ണൻ അവിടെ ഒരു ഇരയായി പരാജയപ്പെടാൻ പോവുകയാണ്. പിണറായിയുടെ അമിതമായ ക്രോധത്തിന് മുന്നിൽ ഒരു പരാജയം ഏറ്റുവാങ്ങാൻ പോയ ഒരാളാണ്. അതെന്താണ് അതിൻ്റെ രണ്ട് കാര്യം എടുത്താൽ മതി. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പിന്നെ അമേരിക്കയിലേക്ക് പോയപ്പോൾ ചാർജ് അദ്ദേഹത്തിന് അധികാരം അദ്ദേഹം കൈമാറാൻ പോയത്? പക്ഷെ ആദ്യം ചാർജ് കൈമാറിയിട്ടാ പോയിരുന്നത് ഫസ്റ്റില്. അല്ല ഇപ്പം ചാർജ് ആർക്കും കൊടുത്തില്ല. എന്താണ് കാരണം? ആദ്യം ആർക്കാ കൊടുത്തത്? ആദ്യം നമ്മുടെ EP ജയരാജന് ഉത്തരവാദിത്തം. അല്ല, അന്ന് അദ്ദേഹം മന്ത്രിയായ സമയത്താണ് 2016. ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് CPM ചർച്ച ചെയ്ത് ചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയൂ. ഈ മന്ത്രിസഭയിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ അംഗം കെ രാധാകൃഷ്ണനാണ്. ബാക്കി ആരും പുതിയ മന്ത്രിമാരില്ല. നോക്കിയാൽ കാണാം. ഈ CPM മന്ത്രിസഭയിലെ മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ നേരത്തെ വിദ്യുശക്തി മന്ത്രിയായിട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പിന്നെയുള്ള മുഴുവൻ ആളുകളും പുതിയ ആളുകളാണ്. ഘടകകക്ഷികളുടെ കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. CPM മന്ത്രിമാരിൽ 2ാം തവണ മന്ത്രിയായ ആളാണ് കെ രാധാകൃഷ്ണൻ. സ്പീക്കറായ ആളാണ് കെ രാധാകൃഷ്ണൻ. കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ് രാധാകൃഷ്ണൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മുഖ്യമന്ത്രിയുടെ ചുമതല കൊടുക്കാൻ പറ്റൂ. എന്തുകൊണ്ട് കൊടുത്തില്ല? എന്നുവെച്ചാൽ രാധാകൃഷ്ണന് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം അതിനകത്ത് വേറെ പൊളിറ്റിക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ശബരിമല വിഷയമുണ്ടായ സമയത്ത് അത് രാധാകൃഷ്ണന്റെ കഴിവുകേടാണ് എന്ന രീതിയിൽ അവിടെ വിഷയങ്ങളുണ്ടായല്ലോ. അവിടെ ഒരു കുട്ടി ഭരിക്കുന്നു തുടങ്ങിയ വിഷയം. ശബരിമല വിഷയം വളരെ മോശമായി രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ ചില വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നെ നമ്മുടെ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില ഫ്ലോട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദിവാസി സമൂഹത്തെ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതല്ല എന്ന് മുഖ്യമന്ത്രി കടത്തിവെട്ടി രാധാകൃഷ്ണൻ പറയുകയും അത് മുഖ്യമന്ത്രി തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രിക്ക് അനഭിതനായ മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. എന്ന് വെച്ചാൽ റിയാസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭാവിയിൽ തടസ്സമാകുമോ എന്ന് വലിയ ഒരു സംശയമുള്ള ആളാണ്. അതുകൊണ്ട് രാധാകൃഷ്ണനെ ആലത്തൂരിൽ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ല, അത് മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എനിക്ക് അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ. ഇവിടെ കൊടകരയിൽ KP വിശ്വനാഥിനെതിരെ പിന്നെ ഈ പറയുന്ന രവീന്ദ്രനാഥ് കർത്ത മത്സരിക്കുന്നത് ശശിധരൻ കർത്ത പർച്ചേസ് സീറ്റിലാണ്. അന്ന് KP വിശ്വനാഥൻ പരാജയപ്പെടുന്നത് സംഘപരിവാർ വോട്ട് ചെയ്തിട്ടാണ് പിന്നെ രവീന്ദ്രനാഥ് കർത്ത ജയിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തവണ ചാലക്കുടിയിലെ സീറ്റ് ആരുടെയാണ്? അത് CPMന്റെ സീറ്റല്ല. ആ CPM കാലാകാലങ്ങൾ വിൽക്കാൻ ചെയ്തത് രവീന്ദ്രനാഥ് കർത്തയുടെ സീറ്റ് എന്ന് പറയുന്നത് ശശിധരൻ കർത്തയ്ക്ക് കൊടുത്ത സീറ്റാണ്. പർച്ചേസ് സീറ്റാണ്. കൊടുത്ത സീറ്റാണ്, പർച്ചേസ് അല്ല. അത് ഈ പറഞ്ഞ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ ഭാഗമായി അല്ല, അത് ഈ പറയുന്ന വീണ വിജയന്റെ കമ്പനികളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ റിലേഷൻ PRO വർക്കിന്റെ ഭാഗമായി ഈ ശശിധരൻ കർത്തയ്ക്ക് കൊടുത്ത സീറ്റിൽ അവിടെ രവീന്ദ്രനാഥ് കർത്ത മത്സരിക്കുകയാണ്. അതാണ് ആ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ അവിടെ ചാലക്കുടി സീറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്? അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിലില്ല. ആ സീറ്റിലും ബെന്നി ബെഹനാൻ ചെയ്യും. പിന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന 2 തവണ നരേന്ദ്രമോദി വന്ന തൃശ്ശൂർ സീറ്റാണ്. TN പ്രതാപൻ പരാജയപ്പെടും എന്ന് ഏതെങ്കിലും കുഞ്ഞുകുട്ടി വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം അറിയുന്നൊരു കുട്ടിയും അത് പറയില്ല. തെരഞ്ഞെടുപ്പുകളിലെ രാജകുമാരനായിട്ടാണ് ഞാൻ TN പ്രതാപനെ കാണുന്നത്. അദ്ദേഹം മത്സരിച്ച സീറ്റുകൾ നോക്കാം. അദ്ദേഹം മത്സരിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കൃഷ്ണൻ കണിയാമ്പറമ്പിലുമായിട്ടാണ്. ഒരു കാരണവശാലും ഒരു UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റിലല്ല TN പ്രതാപൻ മത്സരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ TN പ്രതാപൻ ആദ്യം തോൽപ്പിക്കുന്നത് കൃഷ്ണൻ കണിയാമ്പറമ്പിനെയാണ്. രണ്ടാമത് നാട്ടിക സീറ്റ്, ഈ നാട്ടികയല്ല പഴയ നാട്ടിക, അവിടെ മത്സരിക്കുന്നത് 2006 തെരഞ്ഞെടുപ്പാണ്. 2006 തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. 2005 DACക്ക് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നത് ഫാത്തിമ അബ്ദുൽ ഖാദറെയാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്? അവിടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ ഈ പറയുന്ന
ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ ഫാത്തിമ അബ്ദുൽ ഖാദറിനല്ല കിട്ടിയത്, ടി എൻ പ്രതാപനാണ് കിട്ടിയത്. അങ്ങനെയാണ് ഫാത്തിമ അബ്ദുൽ ഖാദർ അവിടെ പരാജയപ്പെടുന്നത്. കരുണാകരൻ്റെ മരണത്തിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു തവണ ടി വി രാധാകൃഷ്ണൻ ജയിക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നീട് ജയിക്കാൻ കഴിയുന്ന സീറ്റാണ് കൊടുങ്ങല്ലൂർ. എളുപ്പമായ സീറ്റിലല്ല. അവിടെ പോയിട്ടാണ് ടി എൻ പ്രതാപൻ മൂന്നാമത് ജയിക്കുന്നത്. അതിനുശേഷം പിന്നെ തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് 2019 തെരഞ്ഞെടുപ്പ്. 2016 തൃശ്ശൂർ പാർലമെന്റിലെ മുഴുവൻ അസംബ്ലി സീറ്റും പരാജയപ്പെട്ട സമയമാണ്. ആണല്ലോ 2016. നമ്മൾ ഒറ്റ സീറ്റിൽ നമ്മൾ ജയിച്ചാൽ ഒറ്റ MLA നമുക്കുണ്ടായിരുന്നില്ല. ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ടി എം പ്രതാപൻ ജയിക്കുന്നത് LDF ആയിട്ട് 1 ലക്ഷം വോട്ടിനും സുരേഷ് ഗോപിയായിട്ട് 1.25 ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത്. 2,04,12,000 വോട്ടാണ് ടി എൻ പ്രതാപൻ ലഭിക്കുന്നത്. മറ്റ് സ്ഥലത്തെ പോലെയല്ല, ഇവിടെ അത്രയും ത്രികോണ മത്സരം നടന്ന സ്ട്രോങ് ആയി നടന്ന സ്ഥലത്ത് LDF കാൻഡിഡേറ്റ് 3 ലക്ഷം വോട്ട് പിടിക്കുന്നു, BJP കാൻഡിഡേറ്റ് 3 ലക്ഷം വോട്ട് പിടിക്കുന്നു. അവിടെയാണ് ടി എൻ പ്രതാപൻ 4,12,000 വോട്ട് പിടിക്കുന്നത്. 50% ഈ പറയുന്ന കണക്കനുസരിച്ച് വരുമ്പോൾ 50% നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്ന ആ സാഹചര്യത്തിനും എന്ത് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്? അതേ കണ്ടീഷൻ ഇപ്പോഴും നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന 40% മൈനോറിറ്റി വോട്ടിൽ അതിനകത്ത് എൻ ബ്ലോക്ക് വോട്ടാണ് ടി എൻ പ്രതാപന് ലഭിക്കാൻ പോകുന്നത്. അതായത് ഈ 3 മണ്ഡലങ്ങളും, അതായത് തൃശ്ശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളും വൻ വിജയം UDF തന്നെ നേടുമെന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, അതിന് പറയുന്നത് മറ്റൊരു കാരണം കൂടി ഉണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ആരാണ് LDF നയിക്കുന്നത്? ഈ പറയുന്ന MM വർഗീസ് CPM ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ED ഓഫീസിൽ ഇറങ്ങാൻ നേരില്ല. ഈ പറയുന്ന MK കണ്ണന് ED ഓഫീസിൽ ഇറങ്ങാൻ നേരില്ല. AC മൊയ്തീന് ED ഓഫീസിൽ ഇറങ്ങാൻ നേരില്ല. ഇവർക്ക് ആർക്കും ED ഓഫീസിൽ ഇറങ്ങാൻ നേരില്ല. മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ജനങ്ങളെ നേരിടാൻ ഈ കപ്പാസിറ്റിയുള്ള ഏത് നേതാവാണ് ഉള്ളത്? കരിവന്നൂരിലെ രക്തസാക്ഷികളെ ഈ പറഞ്ഞ ലോൺ ഡെപ്പോസിറ്റ് മടക്കി കിട്ടാതെ ആത്മഹത്യ ചെയ്തതും അല്ലാത്തതുമായ കരിവന്നൂരിലെ രക്തസാക്ഷികളുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. നിസ്സാരമായ കാര്യമില്ല. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കരിവന്നൂരും കുട്ടനാടും ഉൾപ്പെടെയുള്ള 2 ബാങ്കുകളിൽ CPM നടത്തിയ കവർച്ച, CPM നേതാക്കന്മാരുടെ പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ EMS നമ്പൂതിരിപ്പാട് കുഞ്ഞായിരിക്കുമ്പോൾ വന്ന ജോഷി ടി എൻ പ്രതാപനൊപ്പം പദയാത്ര നടത്തിയത്. ഈ പദയാത്ര തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതാപൻ ഇടപെട്ടു. സുനിൽ കുമാറിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുനിൽ കുമാറിന്റെ ഒരു സാന്നിധ്യം കാട്ടിത്തരാൻ കഴിയില്ല. കാരണം എന്താണ്? അതിനകത്തെ പ്രധാന പ്രതി ST ജ്വല്ലറിയുടെ സുനിൽ കുമാർ VS സുനിൽകുമാറിന്റെ സന്തത സഹചാരിയാണ്. ST ജ്വല്ലറിയുടെ ഉടമ സുനിൽ കുമാറിന്റെ സന്തത സഹചാരിയാണ്. ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽ കുമാർ കരിവന്നൂരിലെ രക്തസാക്ഷികളെ വഞ്ചിച്ചത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM നേതാക്കന്മാർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അത് ഒരു വലിയ സാധ്യതയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. അതിനർത്ഥം താങ്കൾ പറഞ്ഞത് വൻ വിജയം നേടും എന്നുള്ളത് തന്നെയാണ്. യാതൊരു മാറ്റവും ഉണ്ടാവില്ല, കഴിഞ്ഞ തവണത്തെ ആവർത്തിക്കുമെന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം, ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയം, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭയകേന്ദ്രമായിട്ടുള്ളതും സംരക്ഷണവുമായിട്ടുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണെന്നും അതുപോലെ തന്നെ തൃശ്ശൂരിലെ CPM LDF നേതാക്കന്മാരുടെ അഴിമതിയും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് അനുകൂലമായുള്ള ഒരു ജനവിധിയായി മാറും. അനിൽ അക്കര നമുക്ക് വിലപ്പെട്ട സമയമാണ് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂ അനുവദിച്ചു തന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.